Hello friends, I am Nisha from Nissa's Kitchen. Welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പള്ളികളിലൊക്കെ നേർച്ചയായിട്ട് കിട്ടുന്ന പാച്ചോറ് അഥവാ അരി പറ്റിച്ചത് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചരി അല്ലെങ്കിൽ ഇഡലി റൈസ് 1.5 കപ്പ്, തേങ്ങ ചുരണ്ടിയെടുത്തത് ഒരു വലിയ മുറി, ശർക്കര 350 ഗ്രാം, കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് റൈസിൻസ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഉപ്പ് 2 നുള്ള്, നെയ്യ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ ഈ ശർക്കര പാനിയുടെ മുകളിലായിട്ട് ഇതുപോലെ പത പോലെ കാണുന്നത് ശർക്കരയുടെ ഉള്ളിലെ അഴുക്കാണ്. അപ്പോൾ നമ്മളിത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി ഒന്ന് ചൂടാറിയതിന് ശേഷം 2 പ്രാവശ്യം അരിച്ചെടുക്കണം. അടുത്തായിട്ട് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വൈഡായിട്ടുള്ളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് അരി മെഷർ ചെയ്തത്. നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ സെയിം ഗ്ലാസ്സിൽ തന്നെ നമുക്കൊരു 3.25 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 വലിയ നുള്ളു ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയ ശേഷം വേണം ചേർക്കാനായിട്ട്. ഇത് വെള്ളത്തിൽ അരി പ്രത്യേകിച്ച് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യണം. മൂടി വെക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മൂടരുത്. തിളയ്ക്കുമ്പോൾ പുറത്തേക്ക് തൂവിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഒരു തവി ക്രോസ് ആയിട്ട് വെച്ച ശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. നമുക്കിതിനെ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ റൈസിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബിരിയാണിയുടെയൊക്കെ റൈസ് വേവിക്കുന്ന പോലെ ഏകദേശം ഒരു 80-85% മാത്രമേ കുക്കായി വന്നിട്ടുള്ളൂ. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേവിച്ചാൽ മതി. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അരി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിതിലോട്ട് തേങ്ങ ചേർക്കാൻ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ചോറും ശർക്കരയെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർക്കണം. ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടിയതാണ് ചേർക്കുന്നത്. തേങ്ങയും ശർക്കരയൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോഴേക്കിനും ഇത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നല്ല ജീരകം ചേർക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ചേർക്കാം. ചുക്കുപൊടി ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മധുരം നോക്കാം. മധുരം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. നമ്മളിതിനെ ഒരു 5-6 മിനിറ്റും കൂടെ ലോ ഹീറ്റിലിട്ട് കുക്ക് ചെയ്തു. ഇപ്പോൾ റൈസിൻ്റെ ഉള്ളിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തതാണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കുന്നത് ഓപ്ഷണലാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നേർച്ചയ്ക്കൊക്കെ കിട്ടുമ്പോൾ പാച്ചോറിൽ ഇത് രണ്ടും ഉണ്ടാവാറില്ല. എന്നാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നെയ്യിലൊന്ന് വറുത്തിട്ട് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാച്ചോറ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ വാങ്ങി വെക്കാം. തണുത്തതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ രുചികരമായ പാച്ചോറ് അല്ലെങ്കിൽ അരി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ മറക്കാതെ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.